പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുവ ഉയർത്തൽ അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങവേ ചൈനയുമായിട്ടുള്ള നയതന്ത്ര വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യ നീക്കം ആരംഭിച്ചു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ദ്വിദിന സന്ദർശനത്തിന് ഞായറാഴ്ച ചൈനയിലേക്ക് തിരിക്കും. വിദേശ സെക്രട്ടറി വൈസ് മിനിസ്റ്റർ തല സംഭാഷണത്തിൽ മിസ്ത്രി പങ്കെടുക്കും. രാഷ്ട്രീയ സാമ്പത്തിക വിഷയങ്ങൾക്കൊപ്പം പരസ്പര സമ്പർക്കം മെച്ചപ്പെടുത്താനുള്ള നടപടികളും ചർച്ചയാകും. വിസ പ്രശ്നം, നേരിട്ടുള്ള വിമാന സർവീസ് പുനരാരംഭിക്കൽ, സാമ്പത്തിക വ്യാപാര മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തൽ, അതിർത്തി തർക്കങ്ങളുടെ പരിഹാരം തുടങ്ങിയ വിഷയങ്ങളും ഉയർന്നുവരും. 2020 ഗാൽവൻ താഴ്വരയിൽ ഇന്ത്യ ചൈന സൈനികർ ഏറ്റുമുട്ടിയതിനു ശേഷം നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീണിരുന്നു. വിദേശകാര്യ സെക്രട്ടറി വെസ്റ്റ് മിനിസ്റ്റർ തല സംഭാഷണങ്ങളിൽ മുടങ്ങി. അതിർത്തിയിൽ സേനാ പിന്മാറ്റം സാധ്യമായതോടെ സൈനിക നയതന്ത്ര തല ചർച്ചകളിൽ പുരോഗതി കൈവന്നിട്ടുണ്ട്. റഷ്യയിലെ കസാനിൽ ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈന പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഡിസംബറിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈന സന്ദർശിച്ച് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. പണയം വയ്ക്കുന്ന ആസ്തികളുടെ നിയമപരമായ ഉടമസ്ഥാവകാശം കൃത്യമായി തിട്ടപ്പെടുത്താതെ ബാങ്കുകൾ വായ്പ അനുവദിക്കുന്നത് തടയണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. വായ്പ അനുവദിക്കും മുമ്പ് ആസ്തികളുടെ ഉടമസ്ഥാവകാശം തിട്ടപ്പെടുത്താൻ RBIയും ബന്ധപ്പെട്ട കക്ഷികളും ഏകീകൃതവും പ്രായോഗികവുമായ സംവിധാനം ഉണ്ടാക്കണം. വായ്പ അനുവദിക്കുന്ന ഉദ്യോഗസ്ഥരെ അതിന് ഉത്തരവാദികളാക്കുന്നതിന് നടപടി ഉണ്ടാക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പൊതുമൂലധനവും പൊതുജന താൽപര്യവും സംരക്ഷിക്കാൻ കൃത്യമായ പരിശോധന അനിവാര്യമാണെന്നാണ് ജസ്റ്റിസുമാരായ DB പർദിവാല, R മഹാദേവൻ എന്നിവരുടെ ബെഞ്ച് ഉത്തരവിട്ടത്. നിലവിൽ വായ്പകൾക്കായി പണയം വയ്ക്കുന്ന ആസ്തികളുടെ ഉടമസ്ഥാവകാശം നിർണ്ണയിക്കാൻ ഏകീകൃത സംവിധാനമില്ല. അഭിഭാഷകർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആസ്തികളുടെ ഉടമസ്ഥാവകാശം ബാങ്കുകൾ അംഗീകരിക്കുന്നത്. തർക്കത്തിലുള്ള വസ്തു പണയം വെച്ചതിന്റെ പേരിലുണ്ടായ നിയമ തർക്കവുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതി നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. ഇരുമ്പ് യുഗം ആരംഭിച്ചത് തമിഴ്നാട്ടിൽ നിന്നെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. പുരാവസ്തു പരിശോധനാ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്നത്തെ തമിഴ് സംസാരിക്കുന്ന പ്രദേശത്ത് 3-ാം സഹസ്രാബ്ദത്തിന്റെ മധ്യത്തിൽ തുടങ്ങി ഇരുമ്പ് ഉപയോഗിച്ചിരുന്നുവെന്നാണ്. 5300 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് ഇരുമ്പ് ഉപയോഗിച്ചിരുന്നുവെന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞു. தமிழ் நிலப்பரப்பிலிருந்து தான் இரும்பின் காலம் தொடங்குச்சு. இந்திய நாட்டுக்கு மட்டுமல்ல, உலகுக்கே மறுபடியும் சொல்றேன், தமிழ் நிலப்பரப்பிலிருந்து தான் இரும்பின் காலம் தொடங்குச்சு என்ற மாபெரும் மானுடவியல் ஆய்வு பிரகடனத்தை இந்த நிகழ்ச்சியின் வாயிலாக அறிவிக்கிறேன். 5300 ஆண்டுகளுக்கு முன்னாடியே உருக்கு இரும்பு தொழில்நுட்பம் தமிழ் நிலத்துல அறிமுகமாயிடுச்சு. இப்போ தமிழ்நாட்டில் மேற்கொள்ளப்பட்ட அகழ்வாய்வுகள் மூலம் அண்மையில் கிடைக்கப்பெற்ற கால கணக்கீடுகள் இரும்பு அறிமுகமான காலத்தை கிமு 4000 ஆண்டின் முற்பகுதிக்கு கொண்டு சென்றிருக்கு. தென்னிந்தியாவில் குறிப்பா தமிழ்நாட்டில் 5300 ஆண்டுகளுக்கு முன்னாடி இரும்பு அறிமுகமாயிருக்கும்னு உறுதியா சொல்லலாம். தமிழ்நாடு அரசு தொல்லியல் துறையால மேற்கொள்ளப்பட்ட அகழ்வாய்வுகளில் சேகரிக்கப்பட்ட மாதிரிகள் உலகத்தோட தலைசிறந்த ஆய்வகங்களுக்கு அனுப்பி வைக்கப்பட்டுச்சு. தமிழ்நாடு அரசு தொல்லியல் துறை பல்வேறு ஆய்வு நிறுவனங்களுக்கு மாதிரிகளை அனுப்பி பெறப்பட்ட முடிவுகளை கூர்ந்து ஒப்பாய்வு செஞ்சதுல ஒரே மாதிரியான முடிவுகள் கிடைக்குது. இப்ப கிடைச்சிருக்க கதிரியக்க கால கணக்கீடுகள் மற்றும் OSL பகுப்பாய்வு கால கணக்கீடுகள் அடிப்படையில் கிமு 3345 தென்னிந்தியாவில் இரும்பு அறிமுகமாயிடுச்சுன்னு தெரிய வருது. அதற்கான ஆய்வு முடிவுகள் இதோ. வெளிநாடுகள் மற்றும் இந்தியாவில் இருக்க தொல்லியல் அறிஞர்களுக்கு அனுப்பி வைக்கப்பட்டுச்சு. அந்த அறிஞர் பெருமக்கள் எல்லோரும் இந்த அவையில கூடியிருக்காங்க. இவங்க எல்லோரும் ஒரு சேர தமிழ்நாடு அரசையும் தமிழ்நாடு அரசின் தொல்லியல் துறையின் ஆய்வு முன்னெடுப்புகளையும் வெகுவாக பாராட்டியிருக்காங்க. இரும்பின் காலம் குறித்த முடிவுகளுக்கு ஆதரவாகவும் கண்டுபிடிப்புகளையும் பாராட்டியிருக்காங்க. இது மாதிரி பகுப்பாய்வு முடிவுகள் ஆய்வாளர்களுக்கு புதிய உத்வேகத்தை அளிச்சிருக்கு. கேம்பிரிட்ஜ் பல்கலைக்கழக தகசால் பேராசிரியர் பத்மஸ்ரீ திலீப்குமார் சக்கரவர்த்தி அவர்களும் ஒன்றிய அரசினுடைய தொல்லியல் துறையில பணியாற்றி ஓய்வு பெற்றிருக்கக்கூடிய முனைவர் ராகேஷ் திவாரி அவர்கள் உட்பட எல்லா அறிஞர் பெருமக்களும் பகுப்பாய்வு முடிவுகளை பாராட்டி தங்களுடைய கருத்துக்களை சொல்றாங்க. இவை எல்லாத்தையும் தொகுத்துதான் இரும்பின் தொன்மை என்ற நூல் வெளியிடப்பட்டிருக்கு. அண்மை கால அகழ்வாய்வு முடிவுகள் வாயிலா, அதாவது 5300 ஆண்டுகளுக்கு முன்பு தமிழ் நிலப்பரப்புல இரும்பு அறிமுகப்படுத்தப்பட்டிருப்பதை அறிவியல் அடிப்படையில நிறுவி இருக்கிறோம்னு மற்றற்ற மகிழ்ச்சியோடு உலகுக்கு நான் அறிவிக்கிறேன். இது தமிழுக்கும் தமிழினத்துக்கும் தமிழ்நாட்டுக்கும் தமிழ்நிலத்துக்கும் பெருமை. உலக மானுட இனத்துக்கு தமிழ்நிலம் வழங்குகிற மாபெரும் கொடையின இதை நாம் கம்பீரமாக சொல்லலாம். ഇതുവഴി ഇരുമ്പുയുഗ കാലഘട്ടത്തെ ഏകദേശം 2 സഹസ്രാബ്ദങ്ങൾ പിന്നോട്ട് തള്ളിയിരിക്കുകയാണ്. ഇരുമ്പിന്റെ പുരാതനത്വം, തമിഴ്നാട്ടിൽ നിന്നുള്ള സമീപകാല റേഡിയോമെട്രിക് തീയതികൾ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് ചെന്നൈയിൽ പുറത്തിറക്കുകയായിരുന്നു സ്റ്റാലിൻ. ഇരുമ്പ് യുഗം തമിഴ് മണ്ണിൽ ആരംഭിച്ചു എന്ന ശ്രദ്ധേയമായ നരവംശശാസ്ത്ര പ്രഖ്യാപനം ഇന്ത്യക്ക് മാത്രമല്ല മുഴുവൻ ലോകത്തോടുമായി നടത്തുകയാണെന്നാണ് സ്റ്റാലിൻ പറഞ്ഞത്.
തൂത്തുക്കുടി ജില്ലയിലെ ശിവഗലൈ, തിരുനെൽവേലി ജില്ലയിലെ ആദിച്ചനല്ലൂർ, കൃഷ്ണഗിരി ജില്ലയിലെ മയിലാടുംപാറ തുടങ്ങിയ വിവിധ പുരാവസ്തു കേന്ദ്രങ്ങളിൽ നിന്നുള്ള സാമ്പിളുകൾ ലക്നൌവിലെ ബീർബൽ സ്നാഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ സയൻസ്, അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, യുഎസിലെ ഫ്ലോറിഡയിലെ ബീറ്റ അനലിറ്റിക്സ് ലാബ് എന്നിവയുൾപ്പെടെ പ്രശസ്ത ലബോറട്ടറികളിൽ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. തമിഴ് ഭൂപ്രകൃതിയിലാണ് അയിരിൽ നിന്ന് ഇരുമ്പ് വേർതിരിച്ചെടുക്കുന്നതിനുള്ള ഉരുക്കൽ സാങ്കേതിക വിദ്യ ആദ്യമായി അവതരിപ്പിച്ചത് എന്ന് സംസ്ഥാന പുരാവസ്തു വകുപ്പ് ക്രോണോമെട്രിക് ഡേറ്റിംഗിലൂടെ സ്ഥാപിച്ചതായി സ്റ്റാലിൻ പറഞ്ഞു. ഇത് തമിഴ് വംശത്തിനും തമിഴ്നാടിനും തമിഴ് ഭൂപ്രകൃതിക്കും അഭിമാനകരമാണ്. തമിഴ് ഭൂപ്രകൃതിയിൽ നിന്ന് മനുഷ്യരാശിക്കുള്ള ഒരു മഹത്തായ സമ്മാനമാണിതെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുമെന്നും സ്റ്റാലിൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. ISROയുടെ 100ാമത് റോക്കറ്റ് വിക്ഷേപണം ഈ മാസം 29-ന് നടക്കും. GSLV-F-15 ദൗത്യമാണ് രാവിലെ 6:23-ന് നടക്കുക. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. നാവിഗേഷൻ ഉപഗ്രഹമായ NVS-2 ആണ് ബഹിരാകാശത്തേക്ക് അയക്കുക. NVS-1ന്റെ വിക്ഷേപണം 2023-ൽ നടന്നിരുന്നു. വിക്ഷേപണത്തിന്റെ അവസാനവട്ട ഒരുക്കത്തിലാണ് ISROയുടെ അഭിമാന വിക്ഷേപണത്തറയായ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലെ 100ാം ദൗത്യമാണ് ഇതെന്നാണ് ഏറ്റവും വലിയ സവിശേഷത. ഗഗയാൻ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ്, ചന്ദ്രയാൻ 4, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ തുടങ്ങിയ ഇന്ത്യയുടെ വരുംകാല ദൗത്യങ്ങൾക്ക് സഹായകരമാകുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി ഇന്ത്യ പൂർത്തിയാക്കിയിരുന്നു. ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ പുരോഗതിയിലുള്ള ചിലവ് കുറഞ്ഞ രീതികളിൽ ഒന്നാണ് സ്പേഡെക്സ് ദൗത്യം. റഷ്യ, അമേരിക്ക, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറിയിരുന്നു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.